गुजर गया वो जमाना जैसा जैसा ജൽജെ നിനക്ക് നാളെ ജോലിക്ക് ചേർന്നാ പോരെ? ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ? പോരാ, ഇപ്പോൾ തന്നെ ചെല്ലാനാ പറഞ്ഞത്. ഇതൊക്കെ ആരാ വാങ്ങിച്ചെന്നേ? സുന്ദരേശൻ വക്കീലായിരിക്കും അല്ലേ? അല്ല, മഹാറാണി പണം തന്നു. അപ്പോ ആ ജോലിക്കാരും സുന്ദരേശൻ വക്കീൽ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എങ്ങനെ സമ്മതിപ്പിച്ചേ? അതൊന്നും വിക്രമൻ അറിയണ്ട. ശരിയാ, അതൊന്നും ഞാൻ അറിയണ്ട. ഇനിയിപ്പോ ജലജയുടെ താമസം അവിടെ ആയിരിക്കൂല്ലേ? അമ്മായിയുടെയും ആ പേരക്കിടാവ് അശ്രീരത്തിന്റെയും കൂടി ഇല്ലേ? അതെ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ചോദിച്ചു കേട്ടില്ലേ? ഞാൻ എന്ത് ചെയ്യും ജലജെ? എനിക്കറിയില്ല. കൈവിടൂ. ഇറ്റ് ഈസ് പെയിനിങ്. ഇതിലും കൂടുതൽ ഞാൻ വേദനിപ്പിക്കുന്ന നോയിച്ചോളൂ. ജലജ ഞാൻ വിടില്ല. നീയും അശ്വര്യനും തന്നെയാ. അങ്ങനെ തന്നെയാ. നല്ല പെൺകുട്ടികള് ആണുങ്ങളെ തല്ലുവോ? നിനക്ക് ആ വക്കീല് മതിയായിരിക്കും. ഞാൻ നിനക്കൊന്നും അല്ലല്ലോ. വിക്രമ, എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പിള്ള വന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എല്ലാം സമ്മതിച്ചതല്ലേ? നമുക്ക് വലിയ പണക്കാരാകാം. അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ജലജ പറയണേ? ഇത് കയ്യിൽ വെക്കൂ. ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞൂടും ജലജ? പോരെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ? ജോലിയോ? എനിക്കോ? എനിക്ക് എന്ത് ജോലി അറിയാം? ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ? ജലജയല്ലേ എന്നെ നോക്കിയേ? അതാ അന്ന്. ഇപ്പോൾ ഇങ്ങനെ. എനിക്കിപ്പോ പണം ഒന്നും വേണ്ടെങ്കിലോ? പണം ഉണ്ടായാൽ കുഴപ്പമുണ്ടാവും. നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അന്ന് ജലജയുടെ ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ. വിക്രമന് എന്തിനാ പണം? തരാൻ ഞാനില്ലേ? ബൈ. सब कुछ लुटा के होश में आए तो क्या किया दिल ने. അഡ്വക്കേറ്റ് സുന്ദരേശൻ സ്പീക്കിംഗ്. വരുമ്പോ ഒരു 10,000 രൂപ ക്യാഷായി കൊണ്ടുവരണം. ക്യാഷോ? ചെക്ക് പോരെ? ചെക്ക് ബുദ്ധിമുട്ടാ. ക്യാഷായി തന്നെ കയ്യിലിരിക്കട്ടെ. അതെല്ലാ കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും എന്നാ ജലജയും പറയണേ. ശരി, കൊണ്ടുവരാം. രൂപയുടെ കാര്യം മറന്നോ സുന്ദരേശ? ഇല്ല, 10,000 രൂപയുണ്ട്. എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടി വരും. ചെക്കിലും സുഖം ക്യാഷാണ്. അതുകൊണ്ടാ. പക്ഷേ ക്യാഷ് അപകടമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും. പ്രത്യേകിച്ച് മഹാറാണിയുടെ കാഴ്ച. അതിന് ജലജ കൂടെ ഉണ്ടാവല്ലോ. ഒക്കെ അവള് നോക്കിക്കോളൂ. ശരി, എന്നാ സുന്ദരേശൻ പോകൂ. എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. പിള്ളേ, കാർ റെഡി. ചേട്ടനെ കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. ഓ, നന്ദി ഒന്നും പറയണമെന്നില്ല. നമ്മൾ തമ്മിൽ എന്നാ കാണുന്നത്? കാണുകയോ? ഇപ്പോൾ കാണുകയല്ലേ? ഇതുപോരെ? അതുപോലെ. വീട്ടിൽ വേണം. പിന്നെ പിന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം. എന്നാണ് വരിക? ഇവിടെ നിറയെ ജോലിയല്ലേ, സമയം എവിടെ? ജലജ വിചാരിച്ചാൽ
സമയമുണ്ടാക്കാൻ കഴിയും. ഞാൻ ഫോൺ ചെയ്യാം. തമ്പുരാട്ടി കാത്തിരിക്കുന്നു. ഇതാ റാണിയുടെ ഡയറി. വലിയ കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഡയറി എടുക്കാൻ പറഞ്ഞത്. നോക്കട്ടെ. എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാവര സ്വത്തുക്കളെല്ലാം രോഹിണിക്ക്. കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് 25 ലക്ഷം രൂപ രോഹിണി. ബോണ്ടുകൾ, യൂണിറ്റ് ട്രസ്റ്റുകൾ, ഷെയറുകൾ എന്നിവയും രോഹിണിക്ക്. ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 5 ലക്ഷം രൂപ സുന്ദരേശന്. ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും 50 ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക്. ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും 10,000 രൂപ മിസ്സസ് സരോജിനി ദേവിക്ക്. പാവം മരിച്ചുപോയി. ആരായിരുന്നു? പഴയ നേഴ്സായിരുന്നു. പോട്ടെ, വായിക്കൂ. ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് 10,000 രൂപയും കാറും പിള്ളയ്ക്ക്. കണ്ടോ മഹാറാണിയുടെ സ്നേഹം. 10,000 രൂപ. ഒരു 15 ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ സ്നേഹം മനസ്സിലാക്കാമായിരുന്നു. ഇതും അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം. അയാൾക്ക് ഫോൺ ചെയ്തില്ലേ? ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്കും. സംശയം തോന്നാൻ ഇടകൊടുക്കരുത്. അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? അടുത്ത ഞായറാഴ്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. എങ്കിൽ ഈ ഞായറാഴ്ച പോകും. സുന്ദരേശൻ സുമുഖനാണ്, സ്ത്രീകളെ വശത്താക്കാൻ മിടുക്കനാണ്. ജലജ വീഴാണ്ട് സൂക്ഷിക്കണം. അങ്ങനെ ഒരു പുരുഷനും എന്നെ വീഴ്ത്താൻ ഒക്കില്ല. പിന്നെ വിക്രമൻ 2 പ്രാവശ്യം ഫോൺ ചെയ്തു. അപകടമല്ലേ അത്? അതെ, അപകടമാണ്. പക്ഷെ അവനെ പിണക്കാൻ ഒക്കുകയില്ല. അവരില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാകില്ല. ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം. അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കുന്നു. അത് ജലജയുടെ ചുമതലയാണ്. ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം. പക്ഷേ വിക്രമന് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ വേണ്ടിവരും. രാത്രി റാണിയും രോഹിണി തമ്പുരാട്ടി ഉറങ്ങിയ ശേഷം പോകരുത്. അവർ ഉണർന്ന് എന്നെ അന്വേഷിച്ചാൽ? പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കവിളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. നേഴ്സാണെന്ന കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി തന്നത് വെറുതെയാണോ? പിന്നെയും പ്രശ്നമുണ്ട്. ഗേറ്റിൽ രാപകൽ കാവലില്ലേ? മതിൽക്കെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട്. കുറെ കാലമായി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ താഴിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ. പോയോ? അല്ല, കുളിക്കാണോ? എന്തിനാ ഇപ്പൊ തന്നെ കുളിക്കണേ? ഇപ്പഴേ അങ്ങോട്ട് പോവാണോ? അതെ, പോണം. വിക്രമൻ ഉറങ്ങിക്കോളൂ. ഈ രാത്രി മുഴുവനും ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിയണ്ടേ? ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരു കാര്യം ഞാനിങ്ങോട്ട് പറയാം, കേട്ടോളൂ. ജലജയ്ക്ക് പണം വേണം. അമ്മായിയുടെ കൊട്ടാരവും കാറും കീറും പണവും ഒക്കെ വേണം. എനിക്ക് അതൊന്നും വേണമെന്നില്ല. എനിക്ക് ജലജയെ മാത്രം മതി. എന്താ കാരണം എന്നറിയോ?
എനിക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ്. വിക്രമന് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ ഞാൻ പറഞ്ഞു നുണയാണെന്നാ തോന്നണേ? അല്ല, വിക്രമൻ നുണ പറയില്ല, എനിക്കറിയാം. ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇതാദ്യമാണ്. ജലജയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട്, എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സ്നേഹമുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇതിലൊക്കെ തയ്യാറായത്. എത്രയും വേഗം ഇതൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ. ഞാൻ പോകട്ടെ വിക്രമ. റാണി ഉണർന്നാൽ എന്നെ അന്വേഷിക്കും. ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൊണ്ടാക്കാം. ഈസ് ഇറ്റ് മിസ്റ്റർ സുന്ദരേശൻ? ആ, ഞാനാണ് ജലജ. ഇന്ന് വൈകുന്നേരം ഞാൻ ചേട്ടന്റെ വീട്ടിലെത്തും. കാത്തിരിക്കണം. ആ, ശരി ശരി. സുന്ദരേശനുമായി സംസാരിച്ചില്ലേ? സംസാരിച്ചു. പദ്ധതി എങ്ങനെയാണ്? ഞങ്ങൾ ബെഡ്റൂമിൽ ആയിരിക്കും. അപ്പുറം മതിൽ, അതിനപ്പുറം മൈതാനം. ഇതാണ് സാധനം. ഇതിനകത്ത് മൈക്രോഫോണാണ്. എവിടെയും ഒട്ടിപ്പിടിക്കും. കട്ടിലിന്റെ തലയ്ക്കലെ പാളിയിലായാൽ കൂടുതൽ നന്നായിരിക്കും. എല്ലാം അവസാനിച്ചാൽ ഞാൻ 2 പ്രാവശ്യം ഹോണടിക്കും. കുട്ടി കാപ്പി കുടിച്ചോ? എന്താ ഉള്ളേ? സ്വല്പം തകരാറ് കാണുന്നുണ്ട് കാറിന്റെ കാർബറേറ്റർ. അതിനിപ്പോ എന്താ ചെയ്യാ? വൈകുന്നേരം വർക്ക്ഷോപ്പിൽ കൊടുത്താൽ രാത്രി നന്നാക്കി കിട്ടും. അപ്പോ പിള്ളേർ രാത്രി വരെ ഉണ്ടാവില്ല എന്നർത്ഥം. ഇവിടെ ഒന്ന് സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോ രാത്രി വരെ ഇവിടെ ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനിന്ന് സിനിമയ്ക്ക് പോകുന്നില്ല മഹാറാണി. നീ പൊയ്ക്കോളൂ. ഈ പ്രായത്തിലല്ലേ സിനിമയെല്ലാം കണ്ട് സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിള്ളേ, ഒരു കാര്യം ചെയ്യൂ. പോകുമ്പോ ഇവിടെ തിയേറ്റർ ഇറക്കി വിടൂ. വരുമ്പോ കൂട്ടിക്കൊണ്ട് വരൂ. പെണ്ണല്ലേ, ഒറ്റയ്ക്ക് വരികയും പോവുകയും ചെയ്യണ്ട. ജലജ, എന്റെ ജീവിതത്തിൽ ഇത്രയേറെ ഞാൻ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല. ഞാൻ സത്യമാണോ? ഒട്ടും നുണയല്ല. അയ്യോ, 9 മണിയായി. എനിക്ക് പോണം. 10 നിമിഷം കൂടി. എന്തിനാ? സ്വല്പസമയം കൂടി കണ്ടുകൊണ്ടിരിക്കാൻ. അത്രയ്ക്ക് എന്നെ ഇഷ്ടായോ? നുണ. എല്ലാ പെണ്ണുങ്ങളോടും ഇങ്ങനെ പറഞ്ഞു കാണും. ഇല്ല. എന്നാൽ സത്യം ചെയ്ത് പറയും. എന്താ? അഡ്വക്കേറ്റ് എൻ സുന്ദരേശനായ ഞാൻ ഇന്നേ വരെ ഒരു സ്ത്രീയിൽ നിന്നും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മഹാറാണിയുടെ നേഴ്സായ ജലജയിൽ നിന്നും അനുഭവിച്ചു. നമ്മൾ തമ്മിലുള്ള ബന്ധം മഹാറാണി അറിഞ്ഞാൽ കുഴപ്പമാവില്ലേ? എന്തു കുഴപ്പം? ചേട്ടനോട് അവർക്ക് സ്വല്പം പ്രേമമല്ലേ? ആ പേര് പറഞ്ഞാൽ തന്നെ എനിക്ക് അറപ്പാണ്. വയസ്സായ കിഴവിയുടെ പ്രേമം. അങ്ങനെ പറയല്ലേ. മഹാറാണിയുടെ വിൽപ്പത്രം കണ്ടിട്ടുണ്ടോ? വിൽപ്പത്രമോ? അവരുടെ മരണപത്രം ആർക്ക് കാണണം? അവരൊന്ന് മരിച്ച സമാധാനമായി. ചേട്ടന് അവരുടെ മരണപത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സംഖ്യയെപ്പറ്റി വല്ല വിവരമുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമോ? എന്തായി പറയുന്നേ? മഹാറാണി പറഞ്ഞത് പറയുന്നു. മഹാറാണിയുടെ മരണശേഷം 5 ലക്ഷം രൂപയാണ് ചേട്ടന് കിട്ടാൻ പോകുന്നത്. വിൽപ്പത്രത്തിലുണ്ട്. നേരാണോ ജലജ? അതെനിക്കറിയില്ല. മഹാറാണി എന്നോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. മഹാറാണി അങ്ങനെ പറഞ്ഞു? സത്യം? അതേ. നീ അതെടുത്തൊന്ന് നോക്കിക്കൂടെ? മരണപത്രം നോക്ക്. അത് ബാങ്ക് ലോക്കറിലല്ലേ? പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വേണ്ട, വിശ്വസിക്കണ്ട. മഹാറാണി മരിക്കട്ടെ, അപ്പ അറിയാം. ദൈവമേ, 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ആരാകും? 5 ലക്ഷം രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസാധ്യം, ഇമ്പോസിബിൾ. 5 ലക്ഷം രൂപ. ഞാൻ പോകുന്നു. എനിക്ക് 10 മണിക്കങ്ങ് എത്തണം. വിൽപ്പത്രത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആവോ. ഇന്നത്തെ ഓർമ്മയ്ക്ക് ചെറിയൊരു സമ്മാനം തരട്ടെ?
സമ്മാനം തരേണ്ടത് ഞാനല്ലേ? ഞാനത് വാങ്ങിക്കോളാം. പിന്നീട്. ഇപ്പോഴിതിരിക്കട്ടെ. എനിക്ക് പോകാൻ സമയമാകുന്നു. എങ്ങനെ? രണ്ടാം ഘട്ടം കഴിഞ്ഞു. വിക്രമിന്റെ കാര്യമാണ് കുഴയ്ക്കുന്നത്. എന്നും എന്നെ കാണണമത്രേ. സാരമില്ല, അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.